മുറ്റം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ്. കേരളത്തിന്റെ നട്ടെല്ലായ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 9ാം സഹകരണ കോൺഗ്രസിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ നായകൻ കൂടിയായ അദ്ദേഹം. സഹകരണ രംഗത്തെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് എം മെഹബൂബ് പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയിലെ 2.5 ലക്ഷം കോടി നിക്ഷേപം കൊള്ളയടിക്കാനാണ് അവരുടെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നത് ഇന്ന് ഭരണകൂട രാഷ്ട്രീയ അജണ്ടയായി എടുത്തതാണ്. അവർ മാത്രമല്ല, വൻകിട കോർപ്പറേറ്റുകൾക്ക് കൂടി വേണ്ടിയാണ്. കാരണം ആ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുക എന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുക എന്നത് കോർപ്പറേറ്റ് നയമാണ്. അത് നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് കഴിഞ്ഞ 9 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പലതരം ഏജൻസികൾ സഹകരണ മേഖലയ്ക്ക് കടിഞ്ഞാണിടാൻ ശ്രമിക്കുകയാണെന്ന് ജാഥ വൈസ് ക്യാപ്റ്റനും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ N സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. വികസനത്തിലായാലും പ്രളയമടക്കമുള്ള ദുരിതത്തിലായാലും സാധാരണക്കാരനൊപ്പം നിന്നത് സഹകരണ പ്രസ്ഥാനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വരൾച്ചയുണ്ടായപ്പോൾ, വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ നാട്ടിലെ സാധാരണക്കാരൻ്റെ രക്ഷക്കെത്തിയ ഒരു മേഖലയാണ് സർവീസ് സഹകരണ മേഖല സർവീസ് സഹകരണ ബാങ്കുകൾ, സഹകരണ മേഖല എന്ന് പറയുന്ന മേഖല. പക്ഷേ ഈ മേഖല ഇന്ന് ചില ആളുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പലതരം ഏജൻസികൾ ഈ മേഖലയെ കടിഞ്ഞാണിടാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാണ്. വടകര, കൊയിലാണ്ടി, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പതാക ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകിയത്. 20, 21 തീയതികളിലായി തിരുവനന്തപുരത്താണ് സഹകരണ കോൺഗ്രസ് നടക്കുന്നത്. സഹകരണ പ്രസ്ഥാനം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന കോഴിക്കോട് മാവൂർ റോഡ് കുരിശുപള്ളിക്ക് എതിർവശം നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. M രജിത, M മോഹനൻ എന്നിവരും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി പൂപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. തമിഴ്നാട് തേനി സ്വദേശി